അപ്പോ ഞാനാണ് നിങ്ങളുടെ സനാസിക്ക, ഇതാണ് നിങ്ങളുടെ അഹമ്മദ് ഖാ. സോ നമ്മൾ സെഷൻ 3 ആയിട്ട് വന്നേക്കുവാണ്, പൈത്തൺ സെഷൻ 3. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഹമ്മദ് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ അതിന്റെ ക്ലാസ്സിൽ മറ്റേ ഓർഡറിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, സ്പേസിംഗിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. അപ്പൊ മക്കളെ നമ്മള് പൈത്തൺ കോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്പേസിന്റെ കാര്യം ശ്രദ്ധിച്ചോണം, ഓർഡർ ശ്രദ്ധിച്ചോണം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ശ്രദ്ധിച്ചോണേ. ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് ഇന്ന് നമ്മൾ നോക്കാൻ പോണത് കണ്ടീഷണൽസ് ആണ്. നമ്മൾ കാൻകാറ്റേഷൻ ആഡ് ചെയ്യുന്നത് അല്ലെ, രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ പഠിച്ചായിരുന്നു. രണ്ട് സ്ട്രിങ്ങുകൾക്കിടയിൽ സ്പേസ് പറഞ്ഞാൽ എന്ത് ചെയ്യണം? മറ്റേ പ്ലസ് ഇട്ടിട്ട് ഡബിൾ കോട്ട്സിനകത്ത് സ്പേസ്. സിമ്പിൾ കേട്ടോ, നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ആക്കി എന്ന് വിചാരിക്കുന്നു. കംപ്ലീറ്റ് ആക്കാത്തവർ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കുക. മെന്റേഴ്സിന്റെ ഹെൽപ്പ് ചോദിക്കുക, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ, നമ്മുടെ മെന്റേഴ്സ് ഒക്കെ ചില്ലാണ് അല്ലേ, ചില്ല്. ഓക്കെ, അപ്പോ നമ്മൾ ഇനി നോക്കാൻ പോണത്, സപ്പോസ് എന്റെ കയ്യിൽ സ്ട്രിങ് ഉണ്ടെന്ന് വിചാരിക്കും. സപ്പോസ് എന്റെ കയ്യിൽ സ്ട്രിങ് ആണ് പൈത്തൺ. ഇങ്ങനെ എഴുതിയ സ്ട്രിങ് ആവുന്നത് ഇല്ല. എന്ത് ചെയ്യണം? ഡബിൾ കോട്ട്സ്. എന്റെ കയ്യിൽ സ്ട്രിങ് ഉണ്ട്. എനിക്ക് ഈ സ്ട്രിങ്ങിനകത്തുള്ള മൂന്നാമത്തെ അക്ഷരം വേണമെന്ന് വിചാരിക്കും. അതായത് ടി വേണം. ടി വേണം. എന്ത് ചെയ്യും? ടി വേണം. അല്ല, എനിക്ക് ഈ എയ്ക്കകത്തുള്ള വാല്യൂ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ല, എനിക്കത് പൈത്തൺ ഓർഡർ ചെയ്തിട്ടില്ല. അത് നമുക്കറിയാം, നമ്മൾ ഡെവലപ്പേഴ്സ് ആണ്. ഈ പ്രോഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാർ ക്ലയൻസ് ആണ്. അപ്പൊ ക്ലയന്റ് അറിയില്ല. ക്ലയന്റ് കൊടുക്കുന്ന അക്ഷരത്തിന് മൂന്നാമത്തെ അക്ഷരം തിരിച്ചിട്ടുള്ളൂ. അതിന് എന്താണോ കൊടുക്കുന്നത് അതിന്റെ മൂന്നാമത്തെ അക്ഷരം ഇൻപുട്ട് മേടിക്കണം. ഇൻപുട്ട് മേടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതാണ് നമ്മൾ ഇപ്പൊ നോക്കാൻ പോണത്. ഓക്കെ, സോ അതിനു മുമ്പ്, ഇത് പറഞ്ഞതിന് മുമ്പ് ഇൻഡെക്സ് എന്തെന്ന് അറിയണം. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല മക്കളെ, ഒരു സ്ട്രിങ്ങിന്റെ ആദ്യത്തെ ലെറ്ററിനെയാണ് 0 എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. രണ്ടാമത്തെ ലെറ്റർ 1, 2, 3, 4, 5. ഇതിനാണ് ഇൻഡെക്സ് എന്ന് പറയുക. അതായത് P0 ആണ്, Y1 ആണ്, D2 ആണ്, H3 ആണ്. സപ്പോസ് സനാസ് എന്ന് പറഞ്ഞ സ്ട്രിങ്. ഓക്കെ, ഈ സ്ട്രിങ് തുടങ്ങുന്നത് 0 എന്നാണ്. 0, 1, 2, 3, 4. 0th ഇൻഡെക്സിലുള്ള അക്ഷരമാണ് എസ്. ഫസ്റ്റ് ഇൻഡെക്സിലുള്ള അക്ഷരമാണ് എപ്പോഴും ശ്രദ്ധിക്കുക. 0, 1 എന്നല്ല, സോറി, ഇൻഡെക്സ് 1 എന്നല്ല തുടങ്ങുക, 0 എന്നാണ് തുടങ്ങുക. സാധാരണ നമ്മൾ 1, 2, 3 ഇത് 0 എന്ന് സ്റ്റാർട്ട്. അപ്പോ എനിക്ക് മൂന്നാമത്തെ അക്ഷരം വേണമെന്ന് പറഞ്ഞു. പക്ഷെ എത്രാമത്തെ ഇൻഡെക്സ് ആയിരിക്കും? രണ്ടാമത്തെ ഇൻഡെക്സ് ആയിരിക്കും അല്ലെ, ബുദ്ധി ഉപയോഗങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു നമ്മുടെ വേരിയബിൾ ഉണ്ട്, എ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രിങ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. ആ സ്ട്രിങ്ങിനകത്താണ് നമ്മൾ പൈത്തൺ എന്ന് പറയുന്ന ഈ ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. സ്ട്രിങ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ, സ്ട്രിങ്ങോ എയോ എന്ത് വേണമെങ്കിലും കൊടുക്കാൻ പേര്. ഓക്കെ, പേര് ഡസന്റ് മാറ്റർ. അപ്പൊ ഞാൻ സ്ട്രിങ് ആണ്. ഓക്കെ, ഈ പൈത്തൺ എന്ന് പറഞ്ഞ സ്ട്രിങ് ഞാൻ എ എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്ത്, ഐ വാണ്ട് എന്ത് തേർഡ് ലെറ്റർ എനിക്ക് വേണം, 3 ലെറ്റർ വേണം. സോ സെക്കൻഡ് ഇൻഡെക്സ്. യെസ്, അതായത് സെക്കൻഡ് ഇൻഡെക്സ്. അപ്പോൾ നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം അറിയാമോ? എ ഇടുക, എയിൽ ഇവിടുത്തെ വേരിയബിളിന്റെ പേര്, ഒരു ബ്രാക്കറ്റ് ഇടുക. എന്നിട്ട് നമുക്ക് ഏത് ഇൻഡെക്സിലെ നമ്പറാണോ വേണ്ടത് ആ ഇൻഡെക്സ് ഇടുക. ഫോർ എക്സാമ്പിൾ നോക്കിക്കോ, പ്രിന്റ് എനിക്ക് മൂന്നാമത്തെ അല്ലേ വേണ്ടേ, ഞാൻ എന്ത് ചെയ്യും? എ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 2. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? ഈ ടി കിട്ടും. ഒന്ന് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, സോ നമുക്ക് നോക്കാം, ചെയ്തു നോക്കാം. ഇതൊക്കെ ഞാനൊന്ന് കളയുവാണേ. ഓക്കെ, അല്ലല്ല കാണില്ല. അപ്പോ ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോകണം? എ ഈക്വൽ ടു, ഞാൻ വേറെ സ്ട്രിങ് എടുക്കണം. എ ഈക്വൽ ടു സനാസ്. ഓക്കെ, കുഴപ്പമുണ്ടോ? ഞാൻ നിങ്ങൾക്ക് കുറച്ച് വലുതായി കാണിച്ചു. ഓക്കെ, എ ഈക്വൽ ടു സനാസ്. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? എനിക്ക് എ എന്ന് പറയുന്ന ഈ വേരിയബിളിനകത്തുള്ള സ്ട്രിങ്ങിന്റെ മൂന്നാമത്തെ അക്ഷരം വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? പ്രിന്റ് നോക്കിക്കോ, പ്രിന്റ് എക്കകത്ത് എത്രാമത്തെയാ? 2. ഇൻഡെക്സ് നമുക്ക് വേണ്ട മൂന്നാമത്തെ അക്ഷരം, അതായത് ഇൻഡെക്സ് 2, 0 എന്നാണ് ഇൻഡെക്സ്. 0, 1, 2. റൺ ചെയ്ത് നോക്കിയാലോ? സോറി, ഇവിടെ നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്തില്ല. ലാംഗ്വേജ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന പൈത്തൺ ആണ്. ഓക്കെ, കണ്ടോ? എസ് ആണെന്നുണ്ടെങ്കിൽ എ ഓഫ് 0 കൊടുക്കാം. അല്ല, 0th ഇൻഡെക്സിലെ ടേം വരും. കണ്ടോ? ഓക്കെ, അത് ചെയ്യാൻ പറ്റും, പറഞ്ഞുതരാം. അതായത് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്ലൈസിങ് എന്നാണ്. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്ലൈസിങ് എന്നാണ് കേട്ടോ. സ്ലൈസിങ് വന്നു. ഓക്കെ,
സ്ലൈസിങ് എന്നാണ് വിളിക്കുക. എന്താണ് സ്ലൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, ഈ സ്ട്രിങ്ങിനെ മുറിക്കാൻ പറ്റും നമുക്ക്. എങ്ങനെയാണെന്നറിയാം, ഈ പൈത്തൺ എന്ന് പറഞ്ഞ സാധനത്തിന് നമുക്ക് മുറിക്കാൻ പറ്റും. നോക്കോ ഞാനിപ്പോ എന്റെ സ്ട്രിങ് ഇതാണ് SANAS. സോ യൂസറിന്റെ ആവശ്യം ഇതാണ്. നമുക്ക് ആദ്യത്തെ ഈ സ്ട്രിങ്ങിനകത്തുള്ള ആദ്യത്തെ 3 ലെറ്റേഴ്സ് വേണമെന്ന് വിചാരിക്കാം. സോ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് 0 1 2 3 4. ഓക്കെ, 0 to 2 വരെ എനിക്ക് വേണം എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇതിപ്പോ ഞാൻ A എന്ന് പറയുന്ന വേരിയബിൾ ആണ് സൂക്ഷിച്ചേക്കുന്നത് വിചാരിക്കാം. A എഴുതുക, ബ്രാക്കറ്റിനകത്ത് എവിടെ തൊട്ട് തുടങ്ങുന്നത്? 0 മുതൽ. എന്നിട്ട് ഒരു ഇതിടുക, ഡബിൾ കോട്ട്സ്. ഡബിൾ കോട്ട്സ് രണ്ട് കുത്തിടുക. ഓക്കെ, അപ്പൊ 2 കുത്തിടുക. എവിടം വരെ വേണ്ടേ? 2 വരെ. അതായത് നമുക്ക് 3 ഇൻഡെക്സ് 2 വരെ. അപ്പൊ നമ്മൾ എഴുതേണ്ടത് 3 എന്നാണ്. അതായത് ഇതിന്റെ അർത്ഥം അറിയോ? ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് എന്ന. ഈ എൻഡിലുള്ള ലെറ്റർ നമ്മൾ എടുക്കൂല. 3 വരെ, 0 മുതൽ 3 വരെ. അപ്പൊ 3 ഇല്ല. നോക്കോ, നമുക്കിത് ചെയ്തു നോക്കാം. നോക്കോ, എനിക്കിപ്പോ SAN വേണമെന്ന് വിചാരിക്കാം. അപ്പൊ എവിടം തറ തുടങ്ങുന്നത്? 0 തൊട്ട് ഡബിൾ കോട്ട്സ് ഇടുക. എവിടം വരെ? 3 വരെ. കണ്ടോ? ഞാൻ നമ്മുടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. എന്താ പറയണ്ടേ? SAN. അപ്പം മൂന്നാമത്തെ ലെറ്റർ ആണ് ഇൻഡെക്സ് 2 കൊടുക്കണം. പക്ഷെ ഈ വരെയുള്ള വരെ ഓക്കെ, അത് വരത്തില്ല, ഇൻക്ലൂഡ് ആവത്തില്ല. ഇപ്പൊ നമുക്ക് SANA ആണെങ്കിൽ നമ്മൾ 4 കൊടുക്കും. ഓക്കെ, ക്ലിയർ ആണോ? നമുക്ക് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ വേറെ ഏതെങ്കിലും ആക്കട്ടെ. ഇപ്പോൾ ഞാനിപ്പോൾ B = അപ്സ്കില്ല. ഓക്കെ, അപ്സ്കിൽ ഒന്ന് അടിക്കുകയാണ്. എനിക്കിപ്പോൾ 6 ഒഴിച്ച് ബാക്കിയെല്ലാം വേണം. സോറി. ഓക്കെ, നമുക്കൊരു റിയൽ വേൾഡ് സിനാരിയോ എടുക്കാം. ഓക്കെ, ഒരാളുടെ പേര് എന്താണ് ദാമു A എന്നാണ് വിചാരിക്കും. ഓക്കെ, ഒരാളുടെ പേര് ദാമു A എന്നാണ് വിചാരിക്കുക. ഓക്കെ, A എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഇനീഷ്യലാണ്. ഓക്കെ, നമുക്ക് ഇനീഷ്യൽ വേണ്ട, പേര് മാത്രം മതി എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോ ഇതിൽ മൊത്തം ദാമു എന്ന് പറയുമ്പോൾ രാവിലത്തെ കിടക്കും എപ്പോഴും. ഓക്കെ, നിങ്ങളൊന്നുകൂടെ കാണിച്ചോ. ഇല്ല, നമ്മൾ അതിനു വേണ്ടി പറഞ്ഞില്ല. ഓക്കെ, സോറി. ഓക്കെ, അപ്പോ നമ്മൾ ദാമു A എന്ന് പറയുന്ന ഒരു പേര് വിചാരിക്കും. ഓക്കെ, ഇതിൽ A എന്താണ്? ഇനീഷ്യലാണ്. എനിക്ക് എന്ത് വേണ്ട? ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം. ദാമു A ഇൻഡെക്സ് 1 2 3 3 4 5. നോക്കേ, എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്? 5 എണ്ണമാണ്. നമുക്ക് എവിടം വരെ മതി? 4 വരെ മതി അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ കൊടുക്കണ്ടേ? ബീനതല്ലേ സ്റ്റോർ ചെയ്തേക്കണേ? B = സോറി നമുക്ക് പ്രിന്റ് ചെയ്യണം അല്ലേ? പ്രിന്റ് ബ്രാക്കറ്റില് B ബ്രാക്കറ്റിനകത്ത് എവിടം തൊട്ട്? 0 തൊട്ട് 5 വരെ വേണം. 5 വരെ അല്ലല്ല, നമുക്ക് 4 വേണ്ട. 4 വേണ്ട, ഇവിടം വരെ മതി. 3 വരെ മതി. 3 വരെ മതി. അപ്പൊ 4 വരെ. ഡോട്ട് 4 ആണല്ലേ? നമ്മളെ മക്കളെ ഡോട്ടും ഈ ഇൻഡെക്സ് ആയിട്ട് കൂട്ടുവേ. അപ്പോ ഇവിടം വരെ അടിക്കുമ്പോൾ എന്ത് പറ്റും? നമുക്ക് ദാമു എന്നുള്ള വേർഡ് മാത്രമായിട്ട് കിട്ടും. നമുക്ക് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഞാൻ പ്രിന്റ് നോക്കണേ. പ്രിന്റ് ഇതാണ്ട ബ്രാക്കറ്റിനകത്ത് എവിടം തൊട്ടാ നമുക്ക് വേണ്ട? 0 തൊട്ട് എവിടം വരെ? 4 വരെ. റൺ. ഓക്കെ, എന്തോ ഒരു പ്രശ്നം പറ്റുന്നുണ്ട്. നമ്മൾ ഇവിടെ പേര് കൊടുത്തില്ല, B കൊടുത്തില്ല. ഓക്കെ, മക്കളെ മനസ്സിലായോ? നമ്മളിവിടെ B ബ്രാക്കറ്റിനകത്ത് കമ്പ്യൂട്ടറിന് അറിയില്ലല്ലോ ഇത് എന്തോത്തിന്റെ 0 തൊട്ട് 4 വരെ ആണ്. നമ്മൾ പറഞ്ഞു ആദ്യം കമ്പ്യൂട്ടറിന് പറഞ്ഞു B = ദാമു A. പിന്നെ പറഞ്ഞത് 0 തൊട്ട് 4 വരെ. കമ്പ്യൂട്ടർ ഞാൻ എന്തുവാണോ പറയുന്നത്? ബിയുടെ 0 തൊട്ട് 4. ഓക്കെ, എന്നിട്ട് പ്രിന്റ് ചെയ്യും ദാമു. അപ്പൊ ഇതിനെയാണ് നമ്മൾ സ്ട്രിംഗ് സ്ലൈസിംഗ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഈ 0 മാറ്റി 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റുക? A മുതൽ അവിടെ വരെ നോക്കാം. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എവിടം മുതൽ എവിടം വരെ വേണോ അത് പ്രിന്റ് ചെയ്യും. നോക്കി ഉണ്ടോ? അമ്മു പറഞ്ഞ മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് സപ്പോസ് തുടക്കം തൊട്ട്
4 പേരെ വേണമെന്ന് വിചാരിക്കാം. നിങ്ങൾ 0 കൊടുത്തില്ലെങ്കിലും തുടക്കം തൊട്ട് ഈ ഇങ്ങനെ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നോക്കേ, ഇവിടെ ഞാൻ വെറുതെ ഒന്നും എഴുതിയില്ല, ടാബിലോട്ടാക്കണം. ഓക്കെ, ഇപ്പോൾ ദാമു എ എന്നാണ് നമ്മുടെ സ്ട്രിങ് എന്ന് വിചാരിക്കും. ഓക്കെ, ഞാൻ ഇത് ബിയിലാണ് സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. സോ ബി, ഇവിടെ ഞാൻ ഒന്നും എഴുതിയില്ല, 4 എന്ന് എഴുതിയാൽ വെറുതെ സ്പേസ് ഇട്ട് കൊടുത്താലും നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. തുടക്കം തൊട്ട് 4 വരെ എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി തിരിച്ചെഴുതിയാലോ? ഇങ്ങനെ 0 മുതൽ 4 തൊട്ട് ലാസ്റ്റിൽ വെറുതെ ഇട്ട് കഴിഞ്ഞാലോ? കാണിച്ചു തന്നെ നമ്മൾ 4 തൊട്ട് ലാസ്റ്റ് വരെ എഴുതിയാലും അർത്ഥം എന്തായിരിക്കും? 4 മുതൽ 4 തൊട്ട്, അതായത് ഡോട്ട് മെയിൻ വരും. 4 തൊട്ട് ലാസ്റ്റ് വരെ. ഓക്കെ അല്ലേ? ഈ 4 മീൻസ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഇൻഡെക്സിന്റെ ഈ തുടക്ക ഭാഗം നമ്മളെ ഇൻപുട്ടിൽ വരും, അവസാനത്തെ ഇൻഡെക്സ് എന്ത് ചെയ്തില്ല? വരത്തില്ല. അത് മാത്രം നോക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നോക്കേ, ഓക്കെ, നോക്കിയാൽ ഞാനിവിടെ B1 തൊട്ട് ലാസ്റ്റ് ഇവിടെ നമ്പർ ഒന്നും ഞാൻ ഇടുന്നില്ല. കണ്ടോ, ഇവിടെ നമ്പർ ഒന്നും ഇടുന്നില്ല. അപ്പൊ എന്ത് സംഭവിക്കുന്നു? 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ആണ്. അപ്പൊ A തൊട്ട് അമു ഡോട്ട് എ കണ്ടോ? ഓക്കെ, അപ്പൊ നമ്മളല്ലേ രണ്ടിടത്ത് സ്പേസ് കൊടുത്തില്ലെങ്കിൽ ഫുള്ള് വരത്തില്ലേ? അപ്പം ഇനി 1ന്റെ അവിടെ ഒന്നും കൊടുത്തില്ല. 2 സ്പേസ് കൊടുത്തില്ലെങ്കിൽ അതിന് അർത്ഥം എന്തുവാ? ബി മൊത്തം പ്രിന്റ് ചെയ്യാനാണ്. ശരിയാണ്, ബി മൊത്തം പ്രിന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദാമു ഡോട്ട് എ എന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് ഏത് സ്ഥലം തൊട്ട് ഏത് സ്ഥലം വരെ വേണമെന്നൊക്കെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ മക്കളെ, നിങ്ങൾക്കൊരു ചെറിയൊരു ടാസ്ക് ഞാൻ തരാം. ടാസ്ക് ഇതാണ്, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, നിങ്ങൾ ഒരു സ്ട്രിങ്ങിനെ ഇൻപുട്ട് എടുക്കണം. ഓക്കെ, ഒരു സ്ട്രിങ്ങിനെ ഇൻപുട്ട് എടുക്കുക. അതിനുശേഷം ഫസ്റ്റ് ഇൻപുട്ടാണ് ഇൻപുട്ട് 1. അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു നമ്പർ ഇൻപുട്ട് എടുക്കുക. ഓക്കെ, ഏതെങ്കിലും ഒരു നമ്പർ ഇൻപുട്ട് എടുക്കുക. ഓക്കെ, 1 തൊട്ട് 5 വരെയുള്ള നിങ്ങളൊരു 6-7 ലെറ്റർ ഉള്ള സ്ട്രിങ് വേണം ഇൻപുട്ട് എടുക്കാൻ വേണ്ടി. നിങ്ങൾ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തോ. ഒരു നമ്പരും 6 തൊട്ടുള്ള ഇൻപുട്ട് എടുക്കുക. നമ്പർ ഇൻപുട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഒരു 2 നമ്പർ നിങ്ങൾ num1ഉം num2 ഇൻപുട്ട് എടുത്തില്ലേ? 2 നമ്പർ ഇൻപുട്ട് എടുത്തില്ലേ? ഈ num1 to num2 വരെ, അതായത് num1th ഇൻഡെക്സ് തൊട്ട് num2th ഇൻഡെക്സ് വരെയുള്ള സ്ട്രിങ്ങിനകത്തുള്ള അക്ഷരങ്ങൾ പ്രിന്റ് ചെയ്യണം. ഇനി ഒരു എക്സാമ്പിൾ ഉണ്ട്. അപ്പം അതായത് ഞാനിപ്പോൾ സനാസ് എസ് എന്നാണ് എൻ്റെ സ്ട്രിങ് ഇട്ടെന്ന് വിചാരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ഇൻപുട്ട്. സെക്കൻഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. തേർഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ രണ്ടാമത്തെ ഇൻഡെക്സ് തൊട്ട് 4ാമത്തെ ഇൻഡെക്സ് വരെ പ്രിന്റ് ചെയ്യണം. ഓക്കെ, അതായത് രണ്ടാമത്തെ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ എ തൊട്ട് N തൊട്ട് S വരെ പ്രിന്റ് ചെയ്യണം. അതുപോലെ പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 4ാമത്തെ ഇൻഡെക്സ് പ്രിന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് 5 അപ്പൊ 5 ആയിരിക്കണം. 2 to 5. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ കേസിൽ നമുക്ക് ഒരു സനാസ് എയിലാണ് സൂക്ഷിച്ച് വെച്ചേക്കുന്നതെങ്കിൽ A2 to 5 എന്നായിരിക്കും നിങ്ങൾ കൊടുക്കണം. അപ്പോഴേ എയും എന്നും നാസ് പ്രിന്റ് ചെയ്യണമെങ്കിൽ 2 to 5 ആണ്. 2 to 4 വെറും ഞാൻ വരെ വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ അത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ല മക്കളെ? സോ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഇനി നമ്മൾ ഇത് വരുന്നുണ്ട് സാധനം. ഓക്കെ ഓക്കെ, നമുക്ക് ചെയ്ത് പഠിക്കണം. നമ്മൾ പ്രാക്ടിക്കലി ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് തിയറി ക്ലാസ് സ്കൂളിൽ പഠിക്കുന്നത് പോലെ ആവും. ഇത് അതുപോലെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഇനിയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇഫ് ഇന്നതെങ്കിൽ നമുക്ക് ഇവിടെ തൊട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ വരുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക, സിമ്പിൾ ആണ്. ഇഫ് കണ്ടീഷൻ ഇഫിനെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഓൾറെഡി കണ്ടീഷൻ കുറച്ച് പറഞ്ഞായിരുന്നു. കണ്ടീഷണൽസ് അല്ലെങ്കിൽ കണ്ടീഷണൽ സൈൻസ് ഒക്കെ എന്താന്ന് പഠിക്കണം. ഓക്കെ, നിങ്ങൾ കൊച്ചു ക്ലാസ് തൊട്ട് പഠിക്കുന്ന കാര്യമാണ്. ഈ സൈനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ. ഇനി ഈക്വൽ ടു ശ്രദ്ധിച്ചേരണേ. ഞാൻ വെറുതെ ഈക്വൽ ടു ഇട്ട് കഴിഞ്ഞാൽ പൈത്തന്റെ ഭാഷയിൽ അതിനെ വിളിക്കുന്ന പേര് അസൈൻസ് എന്നാണ്. അസൈൻസ് അതായത് ഇപ്പൊ എ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അർത്ഥം എ അസൈൻസ് 3 എന്നാണ്. എ എന്ന് പറയുന്ന വേരിയബിളിനകത്തോട്ട് 3യുടെ ഇൻപുട്ട് ചെയ്യുക. അസൈൻസ് A equal to 3 എന്ന് പറഞ്ഞാൽ പൈത്തൺ നമ്മൾ വായിക്കുന്നത് A assigns 3 എന്നാണ്. അതായത് 3 എയിലേക്ക് സ്റ്റോർ ചെയ്തു. ഇനി നമ്മൾ ഒറിജിനൽ ഈക്വൽ ടു ആണ് ഇത്. ഈക്വൽ ടു ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിനെ വായിക്കുന്ന പേരാണ് ഈക്വൽ ടു. നമ്മളെ നോർമലി ഈക്വൽ ടു എന്ന് പറയത്തില്ലേ, അത് ഈക്വൽ ടു ആണ്. പക്ഷെ പൈത്തണിൽ നമ്മുടെ നോർമൽ ഈക്വൽ ടു അല്ല. പൈത്തണിൽ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ 2 ഈക്വൽ ടു പൈത്തണിൽ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അസൈൻസ് ആണ്. അതായത് ആ വാല്യൂനെ മറ്റൊരു സ്റ്റോർ ചെയ്യും. അതിനാണ് അസൈൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം 5 ഈക്വൽ ടു 3 എന്ന് ഒരിക്കലല്ല, പക്ഷെ 5 ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ
5-ൽ 3യുടെ വാല്യൂ സ്റ്റോർ ചെയ്യും. പക്ഷേ അത് വേറൊരു കാര്യമുണ്ട്, ഈ 5 എന്ന് ഈ നമ്പേഴ്സ് നമുക്ക് വേരിയബിൾ ആയിട്ട് വെക്കാൻ പറ്റത്തില്ല. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ Z is equal to 3, ദാറ്റ് ഈസ് ഓക്കെ. ഓക്കെ, Z equal to 3 എന്ന് പറഞ്ഞാൽ Z-നകത്ത് 3 വരും. Z equal to 3 എന്ന് പറയുമ്പോൾ Z-നകത്തുള്ള വാല്യൂ 3ക്ക് ഈക്വൽ ആണോ എന്ന് ഓക്കെ ഞാൻ കാണിച്ചത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയാണ് കണ്ടീഷൻസ് അല്ലേ, ലെസ് ദാൻ ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഉണ്ട്, ഈക്വൽ ടു ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കണ്ടീഷണൽസ്. എന്തിനാണ് ഈ കണ്ടീഷൻസ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ശരിയാണോ തെറ്റാണോ, ട്രൂ ആണോ ഫാൾസ് ആണോ നോക്കാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് 3 ഗ്രേറ്റർ ദാൻ 2. ഓക്കെ, ഇങ്ങനെ ഞാൻ പൈത്തണിൽ എഴുതി കഴിഞ്ഞാൽ പൈത്തൺ നോക്കുന്നത് ഈ തന്നിരിക്കുന്ന കണ്ടീഷൻ ശരിയാണോ തെറ്റാണോ. 3 ഗ്രേറ്റർ ദാൻ 2 ട്രൂ ആണ്. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? ട്രൂ എന്ന് വരും. നമുക്കൊന്ന് ചെക്ക് ചെയ്തോ. ഓക്കെ ഓക്കെ, അത് നോക്കിക്കോണേടാ. ഞാൻ A ഈക്വൽ ടു 3 എന്ത് ചെയ്യും, നമ്മൾ ഗ്രേറ്റർ ദാൻ അവിടെ ഗ്രേറ്റർ ദാൻ 2 എന്ന് എഴുതണം. ഓക്കെ, 3 ഗ്രേറ്റർ ദാൻ 2 എന്ന് എഴുതണം. ഓക്കെ, A ഈക്വൽ ടു 3 എന്നല്ല, A ഈക്വൽ ടു 3 ഗ്രേറ്റർ ദാൻ 2 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ശരിക്കും ഈ 3 ഗ്രേറ്റർ ദാൻ 2 ആണോ എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആണെങ്കിൽ ട്രൂ എന്ന് എയിനകത്ത് ഇൻപുട്ട് വരും, അത് തെറ്റാണെങ്കിൽ ഫോൾസ് എന്ന് എയിനകത്ത് വരും. അപ്പോൾ നമ്മൾ A എന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് പ്രിന്റ് ചെയ്ത് നോക്കാം. ട്രൂ എന്നാണോ മനസ്സിലായി. ഇവിടെ ചെക്ക് ചെയ്യുന്നത് 3 ഗ്രേറ്റർ ദാനോ 2 ആണോ എന്നാണ് ചെക്ക് ചെയ്യുക. മനസ്സിലായത്. ഞാനിപ്പോ തിരിച്ചു കൊടുത്താലോ നമുക്ക് തിരിച്ചു കൊടുത്താൽ എന്ത് പറ്റും? ലെസ് ദാൻ 2 ആണ്, ഇത് ഫാൾസ് അല്ലേ. അപ്പോ ഈ എയ്ക്കകത്തോട്ട് വരുന്ന വാല്യൂ ഫാൾസ് ആണ്. കണ്ട, ഇനി മറ്റേ ഈക്വൽ ടു നോക്കിക്കോ. അതായത് ഞാൻ പറയുവാണ് 2 3 ഈക്വൽ ടു 2 കറക്റ്റ് ആണോ? ഇവിടെ ഉദ്ദേശിക്കുന്നത് 3ഉം 2ഉം ഈക്വൽ ആണോ ചോദിക്കുകയാണ്, ചെക്ക് ചെയ്യണം. ഡബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ആണോ ഈക്വൽ ടു ആണോ അല്ല. അപ്പൊ എയ്ക്കകത്ത് എന്താ വരും വാല്യൂ? എയ്ക്കകത്ത് ഫോൾസ്. സോറി പ്രിന്റ് ചെയ്യും. സോറി, അപ്പൊ ശരിക്കും A equal to false എന്ന് പ്രിന്റ് വരും. നോക്കിക്കോ, യെസ് ഫോൾസ്. ഇനി 3 equal to 3 നോക്കി. 3 equal to 3 എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് അല്ലേ? ട്രൂ. ഓക്കെ, സോ ബേസിക്കലി ഇത്ര ഉള്ള, അതായത് നമ്മളിപ്പോൾ A ഈക്വൽ ടു ഇപ്പോൾ 5 ഗ്രേറ്റർ ദാൻ 4 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി ചെക്കിങ് നടക്കും. 5 4-നേക്കാളും ഗ്രേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആണെങ്കിൽ ഇതിനകത്തൊരു ട്രൂ എന്ന് പറയുന്ന വാല്യൂ പോയി സ്റ്റോർ ആവും. തെറ്റാണെങ്കിൽ ഫോൾസ് എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ആവും. അത്രേ ഉള്ളൂ. ഇതാണ് ഈ ഒരു കണ്ടീഷണൽസിന്റെ ഒരു റോൾ എന്ന് പറയുന്നത്. ഇത് ഈക്വൽ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി, ഇത് വലുതാണോ ചെക്ക് ചെയ്യാൻ വേണ്ടി, ഇത് ചെറുതാണോ ചെക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇതിനു വേണ്ടി പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തഡാണ് ഇഫ് എന്ന് പറയുന്നത്. ഇഫ് ഇതിനെയാണ് നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുക. എന്ത് വിളിക്കുക? കാരണം നിങ്ങൾ ഈ സാധനം ഒന്ന് കാണാൻ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് ചെയ്യാൻ പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്തിനാ ഇംഗ്ലീഷിൽ ഇഫ് യൂസ് ചെയ്യുക? ഇഫ് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? ഇത് അല്ലെങ്കിൽ അത്. ഇത് മീൻസ് ഇത് ഇങ്ങനെ ആണെങ്കിൽ ഇത് ചെയ്യാം. ഇവിടെ അത് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ സിന്റാക്സ് ഇങ്ങനെ നോക്കിക്കോണേ. ഇഫ് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കൂടെ, ഇഫ് ഒരു കണ്ടീഷൻ പറയും. ഓക്കെ, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ താഴെയുള്ളത് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ ഒരു കോഡ് കാണും. ഓക്കെ, ഇത് നിങ്ങൾ എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കേട്ടോണ്ടിരിക്കുക. ഇഫ് ഇവിടെ ഒരു കണ്ടീഷൻ വെക്കും നമ്മൾ, ഈ കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ നേരെ താഴോട്ട് പോകും. ഓക്കെ, ഇനി ഇവിടെ എൽസ് കാണും. കണ്ടീഷൻ കറക്റ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ കോഡ് എക്സിക്യൂട്ട്. നമ്മൾ ഇന്നലെ 2 എക്സാമ്പിൾ പറഞ്ഞു. നീ മാർക്ക് മേടിച്ച അച്ഛൻ മുട്ടായി മേടിച്ചു, അല്ലെങ്കിൽ അടി. ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ. ഇഫ് നീ മാർക്ക് മേടിച്ചാൽ അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. മാർക്ക് മേടിക്കൽ കണ്ടീഷൻ ആണ്. ഓക്കെ, കോഡ് എന്താ? മുട്ടായി മേടിച്ചത്. ഓക്കെ, എൽസ് അല്ലെങ്കിൽ മാർക്ക് മേടിച്ചില്ലെങ്കിൽ മുട്ടായി മേടിച്ചത്, അല്ലെങ്കിൽ അടി കിട്ടും. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യനിലൂടെ ഇത് ക്ലിയർ ആവും. നോക്കണേ. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് നിങ്ങൾക്ക് ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ. വലിയ നമ്പർ കണ്ടുപിടിക്കും. ഇത് ക്രമം മാത്സിലെ പോലെ തോന്നി. ഞങ്ങൾ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഈ കാര്യം എക്സാം നമ്മൾ 2 നമ്പർ നമുക്ക് തരും. ആ 2 നമ്പറിൽ ഏതാണ് വരുന്നത്? വലിയ നമ്പർ ഏതാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് കോഡ് പ്ലേ ഗ്രൗണ്ടിൽ ഒന്ന് കാണിച്ചു തരാം. സിമ്പിളാണ്, കാണുന്നുണ്ടല്ലോ അല്ലേ?
സിമ്പിൾ ആണ്. നോക്കൂ, ഞാനിപ്പോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ഇൻപുട്ട് എടുക്കുവാണ്. a = int ഇൻപുട്ട്. ഇതെന്തിനാണ് ഇന്റ് എടുക്കുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? ഇന്റീജർ ആകാൻ വേണ്ടി. യെസ്, നമ്മൾ സാധാരണ എടുക്കുന്ന ഇൻപുട്ട് സ്ട്രിംഗ് ആണ്, അത് ഇന്റീജർ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്റ് ഇൻപുട്ട് എടുക്കുക. അപ്പോൾ എയിലോട്ട് നമ്മൾ കൊടുക്കുന്ന വാല്യൂ സ്റ്റോർ ആവും. ഓക്കെ, ഞാൻ ബി എന്ന് പറയുന്ന വേറൊരു വേരിയബിൾ എടുക്കുകയാണ്, അതിനെ ഞാൻ ഇന്റ്. ഇവിടെ 2 ഇൻപുട്ട് എടുക്കാം, നമ്മൾ 2 നമ്പർ ഏതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 നമ്പർ കൊടുക്കണം. ആ 2 നമ്പറിൽ ഏറ്റവും വലിയ വാല്യൂ നമുക്ക് എന്ത് ചെയ്യും? പ്രിന്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇനി ചെയ്യാൻ പോണ കാര്യം നോക്കണം. ഇപ്പൊ എയും ബിയും നമ്മുടെ കയ്യിലുണ്ട്, അതായത് എ എന്ന് പറഞ്ഞൊരു നമ്പരും ബി എന്ന് പറഞ്ഞൊരു നമ്പരും കയ്യിലുണ്ട്. ഞാൻ ഇനി പറയാൻ പോകണം, ഇഫ് എ ആണ് ബിനെക്കാളും വലുതെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ബി, അപ്പം A is larger അല്ലേ? ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി. 10 7നേക്കാളും വലുതാണെങ്കിൽ 10 is greater. ഓക്കെ, എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞാൽ എനെക്കാളും ബി ചെറുതാണോ, സോറി ബിനെക്കാളും എ വലുതാണോ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ ഒരു ഡബിൾ കോട്ട്സ് ഇടുക. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സിന്റാക്സ് നോക്കിക്കോണേ. ഇഫ് എന്ന് എഴുതുക, ഒരു സ്പേസ് ഇടുക, നിങ്ങളെ കണ്ടീഷൻ എഴുതുക. എന്താണ് കണ്ടീഷൻ? നമുക്ക് വലുത് ഏതെന്ന് കണ്ടുപിടിക്കാനല്ലേ. എ ആണ് വലുതെങ്കിൽ താഴോളം. ഇനി നോക്കെ, എൻ്റർ അടിക്കുമ്പോൾ നിങ്ങൾ നേരെ ഇങ്ങോട്ടല്ല പോണേ, ഇവിടെ അല്ല വരുന്നത്. നിങ്ങൾ കുറച്ച് നോക്കെ, ഞാൻ ഒന്നുകൂടെ അടിക്കാം. നോക്കാം, ഞാൻ എൻ്റർ അടിക്കുമ്പോൾ നേരെ താഴോട്ട് വരുന്നുണ്ടോ? ഇതിൻ്റെ ഇടയിൽ സ്പേസ് വരുന്നുണ്ടോ? ആവട്ടെ, നമ്മൾ ഇഫ് എഴുതിയിട്ട് നമ്മൾ എഴുതി എ ഗ്രേറ്റർ ദാൻ ബി എന്നിട്ട്. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ഡബിൾ കോട്ട്സ് ഇട്ടു. ഓക്കെ, എന്നിട്ട് നേരെ കുറച്ച് താഴോട്ടാണ് നമ്മുടെ കർസർ വന്നിരിക്കുന്നത്. ഇത്രയും സ്പേസ് അവിടെ വിട്ടേക്കുവാണ്. അത് ആക്ച്വലി 4 സ്പേസസ് ആണ്. 4 സ്പേസ് ബാർ അടിക്കുന്നതിന് തുല്യമാണ്. ഇതിനെ വിളിക്കുന്ന പേര് ഇൻഡന്റേഷൻ എന്നാണ്. ഇൻഡന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി പറയാൻ പോണ കാര്യം ഈ ഇഫ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഇഫ് ഇതിപ്പോ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ആ സ്പേസ് ഇട്ടിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അത് നടക്കും. ഇനി നമ്മൾ ഈ സ്പേസിൽ നിന്ന് എപ്പോ പുറത്ത് വരുന്നോ നമ്മളപ്പോ ഇഫിന്ന് പുറത്ത് വരും. കാണിച്ചു തരാം. ഇപ്പോ എ അപ്പൊ എൽസ് നോക്കൂ. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇഫിന്റെ ബ്ലോക്കിനകത്താണ്. കണ്ടോ സ്പേസ് ഇട്ടേക്കുന്ന കണ്ടോ? സോറിടാ, വീടും പണി കിട്ടി, നമ്മള് സാധനം മാറ്റിയില്ല. എന്നാലും ഒന്നുകൂടെ പറഞ്ഞു, ഇത് ഇടയ്ക്ക് വരുന്ന പ്രശ്നമാണ് ഗൈസ്. ഓക്കെ, അപ്പൊ ഇഫ് നമ്മൾ പറയാണ് ഓക്കെ എ ഗ്രേറ്റർ ദാൻ ബി. ഓക്കെ, എ ഗ്രേറ്റർ ദാൻ ബി. ഇപ്പോ നോക്കണേ, നമ്മൾ എ ഗ്രേറ്റർ ദാൻ ബി ഇട്ട് ഒരു ഡബിൾ കോട്ട്സ് ഇട്ടു അല്ലേ? കട്ട് ഇടുന്ന സർഫ് ഇവിടെ നമ്മൾ കട്ട് ചെയ്യാൻ നമുക്ക് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങി ഒന്നുകൂടെ എന്ത് പറ്റി? ഈ ഇടയ്ക്കാവുന്ന സാധനം ഉണ്ടല്ലോ, അത് കട്ട് ചെയ്യാം. അധികം ബെറ്റർ. അല്ലെങ്കിൽ പിള്ളേർക്ക് ഒന്നും മനസ്സിലായില്ല. കുറെ തേങ്ങ പറഞ്ഞിട്ടുണ്ട് ഈ ഇതിലൊക്കെ. ഇത് ഈ ഒരു ഭാഗം കട്ട് സർഫ് കട്ട് ചെയ്യണേ. ലൈൻ കട്ട് നീ ഓഫ് ചെയ്തില്ലേ? ഓക്കെ മക്കളെ, അപ്പോ നമ്മള് ഇവിടുന്ന് നേരെ ചാടുന്നത് ഇങ്ങോട്ടാണ് അല്ലെ? അപ്പൊ ഇവിടെ എന്തിനാ സ്പേസ് വിട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇൻഡന്റേഷൻ ഇഫിനകത്തുള്ള സാധനങ്ങളാണ് ഈ സ്പേസിന്റെ അകത്ത് എഴുതുക. ഓക്കെ, നോക്കിക്കോണേ. ഇപ്പോ എ ആണ് ബിനെക്കാളും വലുത് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പ്രിന്റ് ചെയ്യും. നമ്മൾ യൂസറിന് കാണിച്ചു കൊടുക്കും അല്ലെ? എ കോമ സ്ട്രിങ് ഈസ് ലാർജ്. എന്താ പരിപാടി? ഞാനെന്ത് അകത്തല്ലേ പറഞ്ഞത്? എ അകത്ത് എഴുതി കഴിഞ്ഞാൽ എന്താ പറ്റുക? സ്ട്രിങ്ങിനകത്തായി കഴിഞ്ഞാൽ എ തന്നെ പ്രിന്റ് ആവുന്നത്. നമുക്ക് ഡബിൾ കോട്ട്സിനകത്തുള്ള എല്ലാ സാധനങ്ങളും സ്ട്രിങ് ആയിട്ട് പ്രിന്റ് ആയി വരും. നമുക്ക് വേണ്ടത് എക്കകത്തുള്ള വാല്യൂ ആണ്. നമ്മളിവിടെ ഇൻപുട്ട് കൊടുത്തപ്പോ എക്കകത്ത് ഒരു വാല്യൂ വെച്ചിട്ടുണ്ട്. ആ വാല്യൂ നമുക്ക് വേണ്ടേ? ഓക്കെ, അപ്പോ എ നമ്മൾ എഴുതി, അത് സ്ട്രിങ്ങിനകത്തല്ല, ഡബിൾ കോട്ട്സിനകത്തല്ല. ഇപ്പൊ 10 ഈസ് ലാർജ്. ഇപ്പൊ 10 7 എടുത്തു. അപ്പം 10 7നേക്കാളും വലുതെങ്കിൽ 10 ഈസ് ലാർജ് എന്നല്ലേ വേണ്ടത്. ഇപ്പം എ ഈസ് ലാർജ് സ്ട്രിങ്ങിനകത്ത് എഴുതിക്കുന്നത് എ ഈസ് ലാർജർ എന്ന് വരും. മറ്റേത് 10 എന്നാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ ആക്കുമ്പോഴേ 10 എടുത്തുള്ളൂ. സംഭവം ക്ലിയർ അല്ല? എനിക്ക് ക്ലിയർ. നമ്മളെ പോലെയാണ് ഞാനും. എനിക്കൊന്നും അറിയത്തില്ല. ഇപ്പം പഠിപ്പിക്കുമ്പോൾ ഞാനും പഠിക്കുന്നു. ഓക്കെ, അപ്പൊ ഈസ് ലാർജ്. ഓക്കെ, അപ്പൊ എ ഇട്ടിട്ട് ഒരു കോമ ഇടുക കേട്ടോ. ഇത് ശ്രദ്ധിക്കണേ. എ ഇട്ടിട്ട് എന്ത് ഇടുക? ഒരു കോമ ഇടുക. കാരണം സ്ട്രിങ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് ഓക്കെ, അപ്പൊ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കുവാണേ. നമ്മൾ പ്രോഗ്രാം തീർന്നിട്ടില്ല, റൺ ചെയ്ത് നോക്കാം.
റൺ ചെയ്ത് നോക്കാം. ഓക്കെ, റണ്ണ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാം. ഓക്കെ, ജസ്റ്റ് ഞാനിത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. നമുക്കേ എടാ യൂസർ ഒരു ആപ്പിനകത്തോട്ട് കയറുമ്പോൾ യൂസറിനോട് പറയാതെ യൂസറിന് വല്ലതും ചെയ്യാൻ പറ്റും. മീൻസ് ഒരു ആപ്പിനകത്ത് ഒരു ബ്ലാങ്ക് സ്ക്രീൻ കാണിക്കുക, നമുക്ക് വല്ലതും മനസ്സിലാവും ഇല്ല. അപ്പൊ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പറയണ്ടേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഓരോ നമ്പർ അടിക്കുന്നതിന് മുമ്പും നമ്പർ അടിക്കുമെന്ന് യൂസറിന്റെ അടുത്ത് പറയാം. അപ്പൊ കുറച്ചുകൂടെ നമ്മുടെ കോഡ് കുറച്ച് ബെറ്റർ ആവും. ഓക്കെ ഓക്കെ, അപ്പൊ നോക്കിക്കോ, ഞാൻ ആദ്യം നമ്മൾ ടൈപ്പ് ചെയ്യുവാണ് പ്രിന്റ്. ഓക്കെ, ഞാൻ ടൈപ്പ് ചെയ്യാൻ പോവാണ് എൻ്റർ എ നമ്പർ. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ സ്ക്രീൻ തുറക്കുമ്പോൾ ഫസ്റ്റ് എൻ്റർ ഫസ്റ്റ് നമ്പർ തന്നെ, 2 നമ്പറില്ലേ, എൻ്റർ ഫസ്റ്റ് നമ്പർ. അത് ഞാൻ എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ അത് എന്നിട്ട് ഞാൻ എയുടെ ഇൻപുട്ട് എടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ബി എടുക്കുന്നു. ബിയുടെക്ക് മുമ്പ് എൻ്റർ സെക്കൻഡ് നമ്പർ നൽകി. ഓക്കെ, ഇനി നമുക്കൊന്ന് റൺ ചെയ്യാം. ഇവിടുത്തെ ചോദിച്ചോണ്ട എൻ്റർ ഫസ്റ്റ് നമ്പർ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത്, 10 അടിക്കും. ഓക്കെ, 10 നിങ്ങളാകുമ്പോൾ അതൊക്കെ പറഞ്ഞു 10 അടിക്കും, എൻ്റർ കൊടുക്കും. എൻ്റർ സെക്കൻഡ് നമ്പർ 7. ഓക്കെ, ആൻസർ 10 ഈസ് ലാർജർ, 10 ആണ് വലുതെന്ന് വന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഒന്നുകൂടെ റൺ ചെയ്ത് കാണിച്ചത്. എൻ്റർ ഐ നമ്പർ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒരു 10 അടിച്ചു. ഓക്കെ, എൻ്റർ സെക്കൻഡ് നമ്പർ ഞാൻ 15 അടിച്ചു. വല്ലതും വന്നു ഇല്ല. കാരണം എന്താ, ഇവിടെ നമ്മൾ ചെക്ക് ചെയ്തത് വലുതാണോ ചെക്ക് ചെയ്തു. എ വലുതാണെങ്കിൽ എ ഇസ് ലാർജർ എന്ന് പ്രിന്റ് ചെയ്യണം. അപ്പൊ ബി വലുതാണെങ്കിലോ, നമ്മൾ ഇപ്പൊ അടിച്ചതിനകത്ത് ബി ആ വലുത്. എന്ത് ചെയ്യണം, നമ്മൾ കൊടുത്തിട്ടില്ല. യെസ്, അപ്പോ ഇഫ് എ ആണ് വലുതെങ്കിൽ എ ഇസ് ലാർജർ എന്ന് പ്രിന്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടില്ല. യെസ്, അല്ലെങ്കിൽ യെസ്, അതാണ് നമ്മൾ ഇനി കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് ഡയറക്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നോക്കി ഇപ്പൊ നേരെ താഴെ വരിക. ഇവിടെ എന്തുണ്ട്, ഇൻഡന്റേഷൻ ഉണ്ട്. അതിനർത്ഥം ഇനി ടൈപ്പ് ചെയ്യുന്ന സാധനം ഇഫിന്റെ അകത്താ വരിക. അതല്ല, നമുക്ക് എന്താണ് പുറത്ത് വരണം. കാരണം ഇഫ് ഓക്കെ, ഇഫ് ഇത് കറക്റ്റ് ആണെങ്കിൽ മാത്രം അതോട്ട് കയറിയാൽ മതി. എ ആണ് വലുതെങ്കിൽ മാത്രം നമുക്ക് ഈ പ്രിന്റിനകത്തോട്ട് കയറിയാൽ മതി. അല്ലെങ്കിൽ എൽസ്, അത് പുറത്താ. എൽസ് കൊടുക്കുക, എൽസ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഡബിൾ കോഡ്സ് കൊടുക്കുക, എൽസ്. അങ്ങനെ നമ്മൾ എന്താ ചെയ്യണ്ടേ, പ്രിന്റ് ഉണ്ടോ, എൽസിന് താഴെ അടിക്കുമ്പോഴും ഇൻഡന്റേഷൻ വരുന്നുണ്ടോ. അതിപ്പോ എൽസിന്റെ അടുത്ത് വരുന്ന പ്രിന്റ് ബി കൊടുക്കുക, കോമ കൊടുക്കുക, കോഡ്സിനകത്ത് സ്ട്രിംഗ് കൊടുക്കുക, ഈസ് ലാർജർ. ഇനി നമുക്ക് അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കൊടുക്കാം. ഓക്കെ, റൺ കൊടുക്കുക. എൻ്റർ ഫസ്റ്റ് നമ്പർ 10. ഓക്കെ, 15 നമ്മൾ നേരത്തെ കൊടുത്തത് നോക്കണം. 15 ലാർജർ വന്നില്ല, കാരണം നമ്മൾ എൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല. എൽ സ്റ്റേറ്റ്മെന്റ് വന്നുകൊണ്ട് തന്നെ ബി ഈസ് ലാർജർ എന്ന് വന്നു. ക്ലിയർ ആണോ? നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഓക്കെ, എൻ്റർ ഫസ്റ്റ് നമ്പർ 100 കൊടുത്തു ഞാൻ. ഓക്കെ, പിന്നെ 50 കൊടുത്തു. ഓക്കെ, ഇപ്പൊ എന്തായിരിക്കും പ്രിന്റ് ആവാൻ പോണേ, 100 ഈസ് ലാർജർ അല്ലേ. എൻ്റർ കൊടുക്കാം. യെസ്, 100 ഈസ് ലാർജർ. ക്ലിയർ ആണോ മക്കളെ? സിമ്പിൾ. ഇഫെൽസിന്റെ കൺസെപ്റ്റ് ഓക്കെ ആണോ? നമുക്ക് ഇനി ഒരുപാട് പ്രോബ്ലം ഏതാ ചെയ്യണം, എന്നാലും ക്ലിയർ ആവും. നിങ്ങൾ വെറുതെ ഇങ്ങനെ ഒരു ക്ലാസ് കണ്ടോണ്ടെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവുന്നില്ല. ചെയ്തു നോക്കുക. നിങ്ങൾ പേന പേപ്പർ എഴുതി ശീലിക്കുക. പേന പേപ്പർ കിട്ടിയ ഈ സാധനം ഇത് തന്നെ ഇത് GDP അല്ലേ? GDP ഇങ്ങനെ ഓരോ നിങ്ങൾ ഇഷ്ടം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മൊബൈൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ദാറ്റ് ഇസ് ഫൈൻ. ബട്ട് ലാപ്പാണ് ബെറ്റർ. ലാപ്പ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, മൊബൈൽ മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾ കീബോർഡ് വാങ്ങാം. ഞാൻ പറഞ്ഞില്ലേ, കീബോർഡ് വാങ്ങി നന്നായിരിക്കും. വെറുതെ ടൈപ്പ് ചെയ്ത് മടുക്കത്തില്ല. ഫോണിലെ സ്ക്രീനിൽ ടൈപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ കോമയും ഡബിൾ കോഡ്സും ഒക്കെ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്കിപ്പം കീബോർഡ് വേണമെങ്കിൽ നമ്മൾ അയച്ചു തരാം. നല്ല കീബോർഡ്സ് വേണമെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത ടാബിലോട്ട് പോട്ടെ. ഇപ്പോൾ ഗ്രേറ്റസ്റ്റ് നമ്പറിന്റെ കാര്യം ഓക്കെ ആണ്. ഗ്രേറ്റസ്റ്റ് നമ്പറിൽ നമ്മൾ എന്ത് ചെയ്തു, ഇഫ് ഒരു കണ്ടീഷൻ പഠിച്ചല്ലോ നമ്മളെല്ലാവരും. ഇഫ് ഒരു കണ്ടീഷൻ പറഞ്ഞു, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, താഴോട്ട് ചാടി. ട്രൂ അല്ലെങ്കിൽ നമ്മൾ അടുത്ത ലൈൻ എൽസിലോട്ട് ചാടി. കണ്ടോ, ഇൻഡന്റേഷൻ. ഈ ഇവിടെ ഇഫിന്റെ താഴെ നമ്മൾ ഇതിനു മുമ്പ് ഇടുന്ന സ്പേസിംഗ് വിളിക്കുന്ന പേരാണ് ഇഫിനകത്ത് വരും. ഇൻഡന്റേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഇൻഡന്റേഷൻ തെറ്റിപ്പോയി നമ്മുടെ കോഡിന്റെ ലോജിക്ക് മൊത്തം തെറ്റിപ്പോകും. ഓക്കെ, ഇഫിനകത്ത് ഇൻഡന്റേഷൻ ഇടാതെ നിങ്ങൾ പ്രിന്റ് എടുക്കുന്നത് വരത്തില്ലല്ലേ? വരത്തില്ല. വേണം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോ പ്രിന്റ് ഇട്ടു താഴെ. അല്ലല്ല, ഇപ്പൊ നോക്കിക്കോ, ഞാൻ പറഞ്ഞുതരാം.
ഇപ്പൊ ഞാൻ ഇഫില് ഇൻഡന്റേഷൻ ഇടാതെ നേരെ പ്രിന്റ് ഇവിടെ ഇട്ടു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇഫ് ചെക്ക് ചെയ്യും, എന്നിട്ട് അത് കറക്റ്റ് ആണെങ്കിലും ഇല്ലെങ്കിലും മക്കളെ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതിങ്ങനെ കടന്നു തരും. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഈ സ്പേസ് ഞാൻ കളഞ്ഞു. സോറി, സ്പേസ് ഞാൻ കളഞ്ഞു. ഇങ്ങനെ ആക്കി. ഇങ്ങനെ ആക്കി എന്താ സംഭവിക്കുക, ഇഫിലെ ലോജിക് കറക്റ്റാണോ ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ അകത്തോട്ടല്ലേ പോകണ്ടേ? അകത്ത് വല്ലതും ഉണ്ടോ? ഇല്ല, നമ്മൾ പുറത്തിട്ടേക്കുന്നത് അല്ലേ. ഇപ്പൊ ട്രൂ ആണെങ്കിലും അല്ലെങ്കിലും എന്ത് ചെയ്യും, ഇത് പ്രിന്റ് ചെയ്യും. ഇപ്പൊ ബി വലുതാണെങ്കിലും എ വലുതാണെന്ന് പ്രിന്റ് ആവും. ചെക്ക് ചെയ്ത് നോക്കോ. അപ്പൊ ഉടനെ തന്നെ എറർ കാണിച്ചു. ഇനി സപ്പോസ് ഞാൻ ഇഫിനകത്ത് ഞാൻ ഇത് കോഡ് റൺ ആവാൻ വേണ്ടിയുള്ള സംഭവമാണ്. പാസ് ഒന്ന് കൊടുക്കുവാണ്. ഓക്കെ, കോഡ് റൺ ആവാൻ പാസ് ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ, കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഇത് ഓൾറെഡി എറർ കാണിച്ചു. ഓക്കെ, നോക്കാം. ഓക്കെ, എന്നിട്ടും എററാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇൻഡന്റേഷൻ മാറ്റാൻ പറ്റൂല. ഇൻഡന്റേഷൻ മാറ്റാൻ പറ്റത്തില്ല. ഓക്കെ, ഞങ്ങളിപ്പോ ട്രൈ ചെയ്ത് നോക്കിയത് നമുക്ക് മനസ്സിലായി. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കേക്ക് ഒരു ടോപ്പിക്കുകളുണ്ടല്ലേ, ലൂപ്പ് സാധനങ്ങൾ അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, നമുക്ക് അങ്ങോട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനകത്ത് വരുന്നൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നെസ്റ്റഡ് ഇഫ് എന്ന് പറയും. സംഭവം നെസ്റ്റഡ് ഇഫ്, അതായത് ഇഫ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നു. ഇഫ് ഇതാണെങ്കിൽ ഇപ്പൊ നമ്മൾ രണ്ട് കണ്ടീഷനും ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇഫ് എൽസും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി രണ്ടിൽ കൂടുതൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സപ്പോസ് 3 നമ്പർ ഏതാണ് വലുത് ചോദിക്കുവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇഫ് നോക്കാം, അടുത്തത് ഇഫ് വീണ്ടും നോക്കാം, എൽസ് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. 3 നമ്പറിൽ അല്ലെങ്കിൽ 3 നമ്പർ പോട്ടെ. നമ്മള് ഒരു കടയിലേക്ക് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കാം. അല്ലെ വേണം, സിമ്പിൾ ആയിട്ട് ഇത് പറയാം. അതായത് നമ്മള് മറ്റേ ഐഡിയക്കാരൊക്കെ നമ്മൾ വിളിക്കും. നിങ്ങൾക്ക് ഇന്ന പാട്ട് കേൾക്കാൻ 1 അമർത്തുക, ഇന്ന പാട്ട് കേൾക്കാൻ 2 അമർത്തുക, ഇന്ന പാട്ട് കേൾക്കാൻ 3 അമർത്തുക. അപ്പൊ നമ്മളൊരു നമ്പർ അമർത്തി, ഏത് നമ്പറാണോ അതിനനുസരിച്ചുള്ള പാട്ട് നമുക്ക് ഔട്ട്പുട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, സപ്പോസ് 1 ഞെക്കിയാൽ ഈ പാട്ട് കിട്ടും. ഇപ്പൊ ഞാനിപ്പോ പാട്ടിന് വരെ ഇപ്പൊ 1 ഞെക്കിയാൽ, ഇപ്പൊ ഞാനൊരു ഹോട്ടലിൽ പോയിട്ട് ചെയ്യുമെന്ന് വിചാരിക്കും. 1 ഞെക്കിയാൽ ബിരിയാണി, 2 ഞെക്കിയാൽ പൊറോട്ട, 3 ഞെക്കിയാൽ മന്തി. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോബ്ലം ഇതാണ്. നമ്മൾ യൂസറിന്റെ കയ്യിൽ, നമ്മൾ വെയിറ്ററാണ്, യൂസറിന്റെ നമ്മൾ ഇൻപുട്ട് എടുക്കണം. ഓക്കെ, ഇൻപുട്ടിന്റെ ഓപ്ഷൻസ് ഇതൊക്കെയാണ്: 1, 2, 3. 1 ഞെക്കിയാൽ ബിരിയാണി, 2 ഞെക്കിയാൽ പൊറോട്ട, 3 ഞെക്കിയാൽ മന്തി. ഞാനിതിന്റെ ഒരു ഔട്ട്റോ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ആദ്യം യൂസറിന്റെ കയ്യിൽ ഒരു ഇൻപുട്ട് എടുക്കണം. ഇൻപുട്ട് 1, 2, 3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻപുട്ട് എടുത്തിട്ട് ഇഫ് യൂസർ കൊടുത്ത ഇൻപുട്ട് 1 ആണെങ്കിൽ ബിരിയാണി എന്ന് പ്രിന്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്നല്ല, അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ 2, 3 ആ കേസിൽ വരും അല്ലെ. 1 അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ 2, 3 വരും. അപ്പോ പിന്നെയും ഇഫ് വേണം അല്ലെ, രണ്ടാമത് പിന്നെ ഇഫ് വേണം. അപ്പൊ നമ്മൾ കൊടുക്കുന്നതാണ് എൽ ഇഫ് എന്ന് പറഞ്ഞത്. എൽ ഇഫ് ഓക്കെ, എൽ ഇഫ് നമ്മുടെ യൂസർ കാരണം 2, 3 വേണം. അതായത് രണ്ടാമത്തെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ എന്തേ, ഇപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ഇഫ് ബിരിയാണി, സെക്കൻഡ് പൊറോട്ട ഉണ്ട്, മന്തി ഉണ്ട്. ഇത് രണ്ടും ഒരുമിച്ചല്ല വേണം. പൊറോട്ട വേണം, അത് കഴിഞ്ഞിട്ട് മന്തി. എൽസ് മാത്രം എന്ന് പറഞ്ഞാൽ 2 കണ്ടീഷനോടെ സാറ്റിസ്ഫൈ ആവുന്നുള്ളൂ. ഓക്കെ, അപ്പൊ എലിഫ് 2 ഞെക്കിയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? പൊറോട്ട എന്ന് പ്രിന്റ് ചെയ്യണം. ഇനി എൽസ് അല്ലെങ്കിൽ ഇനി എൽസ് കൊടുക്കാൻ പറ്റത്തില്ല. നോക്കൂ, പറഞ്ഞുതരാം. എലിഫ് 3 പ്രിന്റ് ചെയ്തെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? 1, 2, 3 അല്ലെങ്കിൽ എൽസ് എന്ന് പറയുമ്പോൾ 4, 5, 6, 7, 8, 9 അങ്ങനെ കിടക്കും. ഇത് ഏതെങ്കിലും ആണ് പ്രിന്റ് ചെയ്തെങ്കിൽ നമ്മൾ പ്രിന്റ് ചെയ്യും യു ആർ എ ഫൂൾ, നീ ഒരു മണ്ടനാണ്, അല്ലെങ്കിൽ യു പിക്ക് ദ റോങ് ഓപ്ഷൻ എന്നൊക്കെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. പറഞ്ഞാൽ മനസ്സിലായോ? ഇഫ് 1 പ്രിന്റ് ചെയ്തെങ്കിൽ ബിരിയാണി പ്രിന്റ് ചെയ്യാം. 2 ആണെങ്കിൽ പൊറോട്ട എന്ന് പ്രിന്റ് ചെയ്യാം. 3 ആണെങ്കിൽ മന്തി എന്ന് പ്രിന്റ് ചെയ്യാം. ഇതൊന്നും അല്ല പ്രിന്റ് ചെയ്തെങ്കിൽ ആവശ്യമില്ല, ഇറങ്ങിപ്പോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നത്. ഏതൊക്കെ നമുക്ക് എടുക്കണം, ഇവരൊന്നും എടുക്കുന്നില്ല. കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മള് നോക്കാം. നമ്മള് ഇപ്പോ ഓക്കെ, നമ്മൾ സ്വിഗ്ഗി പോലൊരു ആപ്പ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ അഹമ്മദിന്റെ കടയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാനുള്ള ഒരു ആപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മള് യൂസർ ആപ്പിനകത്തോട്ട് കയറുമ്പോൾ ആദ്യം നമ്മൾ പ്രിന്റ് ചെയ്ത് കാണിക്കും. ഹായ് വെൽക്കം ടു അഹമ്മദ് റെസ്റ്റോറൻറ്റ്. ഓക്കെ, നമ്മൾ വരുമ്പോൾ തന്നെ ഇതിന് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഹായ് വെൽക്കം ടു അഹമ്മദ് റെസ്റ്റോറൻറ്റ്. ഓക്കെ, എന്നിട്ട്
നമ്മുടെ ചോദിക്കുവാണ്, സർ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഓക്കെ, പ്രിന്റ്. വാട്ട് ഡു യു വാണ്ട്? ഓക്കെ ഓക്കെ, അല്ലേ വേണ്ട, പ്രിന്റ് മെനു. ഓക്കെ, മെനു ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ, മെനുവിൽ 1 for ബിരിയാണി, ഒന്ന് ബിരിയാണി, ഇനി 2 for പൊറോട്ട. ഓക്കെ, നമ്മൾ ഇതെല്ലാം സ്ട്രിങ്ങിനകത്ത് ചെയ്യുന്നത്. സ്ട്രിങ്ങിനകത്ത് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അതേപോലെ പ്രിന്റ് ആവും. ഓക്കെ, ഇനി സെപ്പറേറ്റ് ആക്കണ്ട. 3 for മന്തി. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോ ഒറ്റ ലൈനിൽ പ്രിന്റ് ആവും. 3 ലൈനിൽ വേണമെങ്കിൽ ഒന്നെങ്കിൽ പ്രിന്റ് മെനു എന്ന് കൊടുക്കുക, പ്രിന്റ് 1 for ബിരിയാണി, പ്രിന്റ് 2 for പൊറോട്ട, പ്രിന്റ് 3 for. അപ്പൊ 3 ലൈനിൽ വരും. ഇത് ഒറ്റ ലൈനിൽ വരും. ഇത് 3 ലൈൻ ആക്കണമെങ്കിൽ ഓരോ ലൈനും പ്രിന്റ് ആക്കാം. ഇനി നിങ്ങൾക്ക് ഒറ്റ ലൈനിൽ തന്നെ 3 ലൈൻ ആക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പൊ 1 for ബിരിയാണി കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു സ്ലാഷ് കൊടുക്കുന്നു, എന്നും കൊടുക്കുന്നു. എന്താണ്? ഒരു സ്ലാഷും എന്നും കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് സോറി, ആ സ്ലാഷ് അല്ല, തിരിഞ്ഞു പോയി. ഈ സ്ലാഷ് തിരിഞ്ഞുള്ള സ്ലാഷ്. ഓക്കെ, തിരിഞ്ഞുള്ള സ്ലാഷ്. സോറി, റൺ ചെയ്ത് നോക്കാം. കണ്ടോ? 1 for ബിരിയാണി എന്നിട്ട് 2. കണ്ടോ? ഈ സ്ലാഷ് വന്നിടത്തുനിന്ന് അടുത്ത ലൈനായി. ഓക്കെ, എന്താ ഇവിടെ സ്ലാഷ് കൊടുക്കാം? ഇവിടെയും സ്ലാഷ്. അപ്പൊ എന്ത് ചെയ്യും? ഈ സ്ലാഷും കൊടുത്തതെല്ലാം അടുത്ത ലൈനായിട്ട് പ്രിന്റ് ആവും. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അതാ കണ്ടോ? ഹൈ വെൽക്കം അഹമ്മദ് റെസ്റ്റോറന്റ്, മെനു 1 for ബിരിയാണി, 2 for പൊറോട്ട, 3 for മന്തി. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെച്ചോ. സ്ലാഷ് എസ്കേപ്പ് സീക്വൻസ് എന്നതിന് പറയാം. അതായത് ഒരു പ്രിന്റിനകത്ത് തന്നെ മൾട്ടിപ്പിൾ ലൈനായിട്ട് പ്രിന്റ് ചെയ്യാം. നമുക്കിപ്പം മെനു ഇപ്പം ഇത് സ്ലാഷ് ഇല്ലെങ്കിൽ നമ്മൾ ഓരോന്ന് പ്രിന്റ് ഇങ്ങനെ കൊടുക്കണം. പ്രിന്റ് മെനു, എന്നിട്ട് അടുത്ത ലൈനിൽ പ്രിന്റ് 1 for ബിരിയാണി, പ്രിന്റ് 2 for പൊറോട്ട. അങ്ങനെയും ചെയ്യാം. അതിലും കാണും എളുപ്പം ഇതാണ്. ഒരു പ്രിന്റ് നമ്മൾ ഒറ്റ ലൈനാക്കിയത് ഭയങ്കര ബോറായിരിക്കും. പക്ഷെ പല ലൈനിലാകണം. അപ്പൊ മറ്റേനേക്കാൾ സിമ്പിൾ ആണ്. ജസ്റ്റ് സ്ലാഷ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോ അത് നമ്മൾ പ്രിന്റ് ചെയ്തു അല്ലെ? നമുക്ക് അതായത് യൂസറിന് മനസ്സിലായി എന്താ ചെയ്യേണ്ടത്. ഇനി യൂസറിന്റെ ഇൻപുട്ട് എടുക്കണം. അല്ലെ? ഇൻപുട്ട്. ഓക്കെ, നമ്മൾ യൂസറിന്റെ ഇൻപുട്ട് എടുക്കണം. ഓക്കെ, ഫുഡ് നമുക്ക് എന്ത് പേരാണെങ്കിലും കൊടുക്കാമല്ലോ. ഫുഡ് ഈക്വൽ ടു ഇൻപുട്ട്. ഇൻഡിജർ ആണോ കൊടുക്കണ്ടേ? ഇൻഡ് ഇൻപുട്ട് ആണോ കൊടുക്കണ്ടേ? അല്ല, ആണ്. കാരണം 1 ഉം 2 ഉം 3 ഇൻഡ് ഇൻപുട്ട്. ഓക്കെ അല്ലേ? സംഭവം ഓക്കെ അല്ലേ? അപ്പോ നമ്മള് ഇപ്പൊ ഇൻഡ് ചോദിക്കാം. ഇൻപുട്ട് കൊടുക്കുക. ബിരിയാണി ആണെങ്കിൽ 1 എന്ന് പറയാ, പൊറോട്ട ആണെങ്കിൽ 2 എന്ന് പറയാ, മന്തി ഉണ്ടെങ്കിൽ 3 എന്ന് പറയാ. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻപുട്ട് വാങ്ങി. ഇൻപുട്ടിനകത്തുള്ള വാല്യൂ എന്തോ 1 ആവാം, 2 ആവാം, 3 ആവാം. ചില മണ്ടന്മാര് 4 ഉം 5 ഉം 6 ഉം ഒക്കെ അടിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? സോറിടാ, ഇവിടെ ഒരു സ്പേസ് കിടക്കുന്നുണ്ടോ? എറർ അടിക്കും. ഓക്കെ, സോ അപ്പോ നമുക്ക് കിട്ടിയ വാല്യൂ എവിടെ ഇരിക്കുന്നത്? ഫുഡിനകത്താണ്. നമ്മൾ ചോദിക്കുവാണ് ഇഫ് ഫുഡിനകത്തുള്ള വാല്യൂ ഫുഡ് ഈക്വൽ ടു 1. ഇത് കറക്റ്റാണോ? ഇത് കറക്റ്റാണോ മക്കളെ? നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചായിരുന്നു ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ പരിപാടി എന്നറിയോ? ഈ 1ന്റെ വാല്യൂ എടുത്ത് ഫുഡിനകത്ത് വെച്ചു. അങ്ങനല്ല, നമുക്ക് ഫുഡിന്റെ വാല്യൂ 1ലോട്ട് വെക്കുമ്പോ അതല്ല നമുക്ക് വേണ്ടേ. നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ എന്താ കൊടുക്കണ്ടേ? ഈക്വൽ ടു. ഓക്കെ, സോ ഈക്വൽ ടു. ഇപ്പൊ ചെക്ക് ചെയ്യും. ഫുഡിലിരിക്കുന്ന വാല്യൂ 1 ആണോ ചെക്ക് ചെയ്യും. ഓക്കെ, ഇത് കൊടുക്കാൻ മറക്കല്ലേ. എന്നിട്ട് എൻറർ കൊടുക്കുക. അപ്പൊ ഇഫിനകത്ത് വരും. ഇഫിനകത്ത് എന്താ? ഇനിയിപ്പോ ഫുഡിന്റെ വാല്യൂ 1 ആണെങ്കിൽ നമ്മൾ എന്താ പ്രിന്റ് ചെയ്യണം? പ്രിന്റ് നമുക്ക് കുറച്ച് ആലങ്കാരികം. യു ചൂസ്ഡ് ബിരിയാണി. നീ ബിരിയാണി ചൂസ് ചെയ്തു. അമ്പടാ. അടുത്ത് നമ്മൾ അടിക്കുമ്പോ പിന്നെയും പ്രിന്റ് താഴെ ഇഫിനകത്താ കിടക്കുന്നത് ഇപ്പോഴും. ഇനി ഇഫിനകത്താണോ വേണ്ടേ? അല്ല, നമുക്ക് 1 ആണെങ്കിൽ ബിരിയാണി പ്രിന്റ് ചെയ്യണം. കഴിഞ്ഞവിടെ. അല്ലെങ്കിൽ ഇഫ് സോറി എന്താ അടിക്കണ്ടേ? എലിഫ് ഫുഡ് ഈക്വൽ ടു 2. ഫുഡിന്റെ വാല്യൂ 2 ആണെങ്കിൽ യു ചൂസ് കിട്ടില്ല. യു ചൂസ്
പൊറോട്ട. പൊറോട്ട. ഓക്കെ, നമ്മൾ സ്ട്രിങ് ഇടലില്ല. 1 സെക്കൻഡ്. ഇതിങ്ങനെ അങ്ങോട്ട് സെലക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രിങ് കൊടുക്കുക. ഓക്കെ, യു ചൂസ് പൊറോട്ട. ഇനി അതിന്റെ പരിപാടി അവിടെ കഴിഞ്ഞു. ഇനി അതും അല്ലെങ്കിൽ എവിടെ ചെക്ക് ചെയ്യാം? ഓക്കെ, ആദ്യം ഇഫ് ഫുഡ് ഈക്വൽ ടു 1 ആവും ചെക്ക് ചെയ്യും. അല്ലെങ്കിൽ ഇങ്ങോട്ട് വരും. ഫുഡ് 1 ആണെങ്കിൽ ഇവിടെ പ്രിന്റ് ചെയ്താൽ കഴിയും, അത് തീരുവിടെ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, എല്ലി ഫുഡ് ഈക്വൽ ടു 2 ആണെന്ന് ചെക്ക് ചെയ്യും. 2 ആണെങ്കിൽ പൊറോട്ട എന്ന് പ്രിന്റ് ചെയ്യും. ഇനി അതുമല്ലെങ്കിൽ എലിഫ് ഫുഡ് ഈക്വൽ ടു 3 ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യും? പ്രിന്റ് നമുക്ക് ടൈപ്പ് ചെയ്യുന്ന സമയത്തുകൊണ്ട് നമുക്ക് മന്തി എന്ന് ജസ്റ്റ് പ്രിന്റ് ചെയ്യാം. ഓക്കെ, മന്തി. ഓക്കെ, ഇനി ചില മണ്ടന്മാരെന്ത് ചെയ്യും, ഇതൊന്നും ചൂസ് ചെയ്യൂല, വേറെ എന്തെങ്കിലുമൊക്കെ ചൂസ് ചെയ്യും. ചോദിക്കും അമേരിക്കൻ ഡ്രാഗൺ പൊട്ടറ്റോ ഉണ്ടോന്ന് ചോദിക്കും. ഓക്കെ, സോ അങ്ങനെയുള്ള മണ്ടന്മാർക്ക് വേണ്ടി എൽസ് ഇതൊന്നും അല്ലെങ്കിൽ എൽസ് പ്രിന്റ് ഗെറ്റ് ഔട്ട്. അതന്നെ ഗെറ്റ് ഔട്ട്. ഇവിടെ നിന്റെ ഇത് നാടൻ റെസ്റ്റോറന്റ്. ഓക്കെ, അമേരിക്കയിലെ സാധനം നമ്മുടെ ചിക്കൻ പൊട്ടി തെറിച്ചത് ഇവിടെ കിട്ടൂല. ട്രൈ ചെയ്ത് നോക്കിയാലോ? ഓക്കെ, സോ നമ്മൾ റൺ ചെയ്യാൻ പോവാണ്. യെസ്, ഓക്കെ. ഹായ്, വെൽക്കം ടു അഹമ്മദ് റെസ്റ്റോറൻറ്റ്. മെനു 1 for ബിരിയാണി, 2 for പൊറോട്ട ആൻഡ് 3 for മന്തി. അത് ഇങ്ങനെ കൾച്ചർ ബ്രിങ്ക് ചെയ്യണം. നമ്മൾ ഇനി എൻട്രി ചെയ്യണം അല്ലേ? നമുക്ക് 3 ഉണ്ട്. എനിക്ക് മന്തി അല്ല, നമുക്ക് ഓരോന്നോരോ നോക്കാം. 1, 2, 3 നോക്കാം. എല്ലാം വർക്ക് ചെയ്യുന്നോണ്ട് അറിയാം. 1 കൊടുത്തു ഞാൻ. ഓക്കെ, എൻ്റർ. കണ്ടോ, യു ചൂസ് ബിരിയാണി. കണ്ടോ, പ്രോഗ്രാം കഴിഞ്ഞു. പ്രോഗ്രാം ഫിനിഷ് വിത്ത് എക്സിറ്റ് കോഡ്. കണ്ടോ, കഴിഞ്ഞു. ബിരിയാണി ചൂസ് ചെയ്ത് കഴിഞ്ഞു, മാറ്റാൻ പറ്റില്ല. ഇനി നമുക്ക് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ. നമ്മുടെ പിന്നെയും ഹൈ വെൽക്കം അഹമ്മദ് റെസ്റ്റോറൻറ്റ്, 1 for ബിരിയാണി, 2 for പൊറോട്ട, 3 for 2 കൊടുക്കാം. ഓക്കെ, 2 കൊടുക്കുമ്പോൾ 2 കാണുന്നുണ്ടോ നിങ്ങൾ? ഓ, കാണുന്നില്ലേ? ഒരു സെക്കൻഡേ, ഇപ്പം ശരി. ഇപ്പം 2 കാണുന്നുണ്ടല്ലോ. ഇപ്പം 2 കാണുന്നുണ്ടല്ലോ. സോറിടാ, ചെറിയൊരു ടെക്നിക്കൽ. 2 കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഞാൻ നിങ്ങൾ എൻട്രി കൊടുക്കുവാണേ. യെസ്, യു ചൂസ്ഡ് പൊറോട്ട. നമുക്ക് ഒന്ന് റൺ ചെയ്ത് 3 എടുത്ത് നോക്കാം. ഓക്കെ, 3 മന്തി. നമ്മൾ കൊടുത്ത സാധനം പ്രിന്റ് ചെയ്തോളൂ. യു ചൂസ് മന്തി എന്ന് കൊടുക്കും. ഓക്കെ, നമുക്ക് ഒന്നും റൺ ചെയ്ത് നോക്കാം. 3 അല്ല, വേറെ ഏതെങ്കിലും നമ്പർ കൊടുക്കണം. 10 കൊടുക്കുകയാണ് ഞാൻ. എന്ത് സംഭവിക്കും? ഗെറ്റ് ഔട്ട്. പറഞ്ഞു മനസ്സിലായോ? ഇതാണ്, ഇങ്ങനെയാണ് നമ്മളൊരു പ്രോഗ്രാം സെറ്റ് ചെയ്യുക. ഇതാണ് പ്രോഗ്രാമിന്റെ ലോജിക്. മെയിൻ സംഭവം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ ഇതിനെപ്പറ്റി. എന്ത് ചൂസ് ചെയ്യണം? ഇഫ് എൽസ് ഇഫ് ആ സാധനം. ഓക്കെ, ആ മതി. തൽക്കാലത്തേക്ക് ഇത് മതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ലൂപ്സ് സെറ്റ് ചെയ്യാം. സോ ഈ ലൂപ്സും ഇഫും കൂടെ ചേരുമ്പോഴാണ് നിങ്ങൾ കാണുന്ന പല നിങ്ങൾ കാണുന്ന സോഫ്റ്റ്വെയർസ് ഒക്കെ ലോജിക് ഒക്കെ ഉണ്ടാവും. നമുക്ക് ബേസിക്കലി എന്തും ഉണ്ടാക്കാൻ പറ്റും ഈ ലോജിക് വെച്ചിട്ട്. ഓക്കെ, സോ നമ്മൾ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന സെക്ഷനിൽ ലൂപ്പാണ് പഠിക്കാൻ പോകുന്നത്. ലൂപ്പ് കേട്ടിട്ടുണ്ടാവും. നമ്മൾ വന്നിടത്ത് തന്നെ തിരിച്ചുകൊണ്ടിരിക്കും. യെസ്, സോ അപ്പോ നിങ്ങളെ ഇത് കഴിഞ്ഞുള്ള ക്വിസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. മാക്സിമം കളക്ട് ചെയ്ത് വെക്കുക. പിന്നെ മെയിൻ ടാസ്ക്, അതായത് നമ്മളെ ക്വിസാബ് ഏതാണ്? ക്വിസാബിനകത്തൊക്കെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, ബിൽഡ് ചെയ്യും കേട്ടോ. ജസ്റ്റ് പഠിക്കാൻ പോകാൻ ഇവിടെ ശരിക്കും ക്വിസാബ് ബിൽഡ് ചെയ്യും പ്രാക്ടിക്കലി. ഓക്കെ, ഓക്കെ. അപ്പോൾ ശരിടാ. ഓക്കെ, അപ്പം ബൈ.